Hey guys, welcome back to my channel Stay Sassy. So ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എങ്ങനെയാണ് എതിഹാദ് എയർവേസിന്റെ ക്യാബിൻ ക്രൂവിൽ സെലക്ഷൻ കിട്ടിയത്. ഇന്റർവ്യൂവിൽ ഫസ്റ്റ് സെലക്ട് ആയത് ആൻഡ് സെക്കൻഡ് വീഡിയോ അസസ്മെന്റ് ഞാൻ എങ്ങനെയാണ് പാസ്സായത് ആൻഡ് എന്തുകൊണ്ട് ഞാൻ ഓപ്പൺ ഡേ സെക്ഷനിൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് റിജക്റ്റ് ആയി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പ്ലസ് ഞാൻ അന്ന് വീഡിയോ അസസ്മെന്റിന് യൂസ് ചെയ്തിരുന്ന ഔട്ട്ഫിറ്റ് ആ ഒരു ലുക്കും കൂടി റിക്രിയേറ്റ് ചെയ്യാണ്, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ് ഓൾസോ. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസിൽ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ വീഡിയോ അസസ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വീഡിയോ അസസ്മെൻറ്റിന് പോകുമ്പോൾ ഒരിക്കലും അണ്ടർ ഡ്രസ്ഡ് ആയിട്ട് പോകാൻ പാടില്ല. കാരണം ഫുള്ളി ഡ്രസ്ഡ് ആയിരിക്കണം. അതിൽ വീഡിയോയിലൊരു മൊമെൻറ്റ് ഉണ്ട് ദാറ്റ് ദേ വിൽ ആസ്ക് യു ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഷോ യുവർ എൻ്റയർ ഔട്ട്ലുക്ക്. അപ്പോൾ നിങ്ങൾ പകുതി പ്രൊഫഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ ബാലൻസ് എന്തെങ്കിലും ഇട്ടേക്കരുത്. ഫുള്ളി നമ്മൾ എങ്ങനെയാണോ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് പോകുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ വീഡിയോ അസസ്മെൻറ്റിനും ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ഐബ്രോസിൽ നിന്ന് തുടങ്ങാം. ബേസിക് നമ്മുടെ സ്കിന്നാണ്. സ്കിന്നിൽ ആക്റ്റീവ് പിമ്പിൾസ്, സ്കാർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലോ ചെയ്യത്തില്ല. സോ നിങ്ങൾ അസസ്മെൻറ്റ് കൊടുക്കുന്ന ടൈമിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഹൈഡ് ചെയ്യാൻ നോക്കുക. ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ അത് ഇല്ലാതിരിക്കാൻ മാക്സിമം എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ആക്റ്റീവ് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഹയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ അസസ്മെന്റ് കൊടുക്കുമ്പോഴത്തേനും അതായത് പ്രൊഫഷണൽ ലെറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ പോകുന്ന ടൈമിൽ ഏതർ പോണിറ്റെയിൽ അല്ലെങ്കിൽ ഒരു ലോ ബൺ ആയിരിക്കണം ചെയ്യേണ്ടത്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ലോ ബൺ ആണ്. ഞാൻ അന്ന് ലോ ബൺ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നും അങ്ങനെ ഒന്ന് ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഗൈൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഹെയർ മാക്സിമം പുറത്തോട്ടൊക്കെ ഈ ബേബി ഹെയർസ് നിൽക്കാതെ ജസ്റ്റ് ഒന്ന് ജെല്ല് ചെയ്തിട്ടൊന്ന് ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ആക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഫേസിൽ എക്സ്ട്രാ പിയേഴ്സിങ്, നോസ് പിന്ന് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റഡ് അല്ലെങ്കിൽ ഇവിടെ സ്റ്റഡ് അടിച്ചേക്കുന്ന അതൊന്നും അലൗഡ് അല്ല. എക്സ്ട്രാ ടാറ്റൂസ് അലൗഡ് അല്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അപ്പോൾ വീഡിയോ അസസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റഡ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് വയ്ക്കുക. ഒറ്റ ഒരു സ്റ്റഡ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. എനിക്കിപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. പിന്നെ എൻ്റെ അടുത്ത് കളർ കറക്റ്ററും ഇല്ല, അതുകൊണ്ട് ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് വേണമെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യുക. സോ ദാറ്റ് കുറച്ചും കൂടി ടൈം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ മേക്കപ്പ്. പിന്നെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഐയുടെ ആണെങ്കിലും മേക്കപ്പ് നമുക്ക് സ്മോക്കി ഐസ് അല്ലെങ്കിൽ ഫാൻസി ഐ ലുക്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഫേക്ക് ആയിട്ടുള്ള ലാഷസ്, ലെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. കാരണം ഇൻ കേസ് നിങ്ങൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലോട്ട് ഹയർ ആവുന്ന ടൈമിൽ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൽ അവർ ഹെഡ് ടു ടോ ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫേക്കായിട്ട് ഒരു ഇംപ്രഷൻ കൊടുക്കാതിരിക്കുക. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനാണ്. നിങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ നിങ്ങളെ ഫസ്റ്റായിട്ട് കിട്ടുന്ന ഒരു ഇംപ്രഷനാണ്. അപ്പോൾ നിങ്ങൾ അത് ഫേക്ക് ചെയ്യാതിരിക്കുക. മാക്സിമം ജെന്യുവൻ ആയിരിക്കുക. പിന്നെ ഫുൾ മേക്കപ്പ് ഉണ്ടായിരിക്കണം ഫേസിൽ. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഓപ്പൺ സെക്ഷനിൽ നിന്ന് റിജക്റ്റ് ആയി എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു കോഴ്സിന് പോകാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത ടൈമിൽ ഒരു 3 lakh എബോവ് ആയിരുന്നു ഇതിൻ്റെ കോഴ്സ് ചാർജസ് വരുന്നത്. സോ ആ ഒരു ടൈമിൽ എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് ഇനി ഈ ഒരു ഫീൽഡിലോട്ട് പോകുന്നുണ്ടായിരിക്കത്തില്ല. സോ ഞാൻ ടാറ്റു ചെയ്തു. എനിക്ക് മാത്രമല്ല, എനിക്ക് ടാറ്റു ചെയ്തുകൂടാ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് ടാറ്റു അലൗഡ് അല്ല എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ഞാൻ ടാറ്റു ചെയ്തു. അപ്പോൾ ഞാൻ ടാറ്റു ഉണ്ടെന്ന് റിവീൽ ചെയ്ത ടൈമിലാണ് എനിക്ക് ഓപ്പൺ സെക്ഷനിൽ നിന്ന് റിജക്ഷൻ വന്നത്. സോ നിങ്ങൾ ആരെങ്കിലും പാഷനേറ്റ് ആണെങ്കിൽ നോസ് പിയേഴ്സിങ്, എക്സ്ട്രാ പിയേഴ്സിങ്ങും പിന്നെ ഈ ടാറ്റു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഫാൻസി മേക്കപ്പ് ചെയ്യാതിരിക്കുക. അതായത് വീഡിയോയിൽ വരുമ്പോഴത്തേനും കുറച്ചും കൂടി വൾഗറായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല അതൊട്ടും പ്രൊഫഷണൽ അല്ല. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മേക്കപ്പ് കീപ്പ് ചെയ്യുക. ഞാൻ ബ്ലഷും ഐ ഷാഡോ എല്ലാം ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂസ് പൗഡർ യൂസ് ചെയ്യാം. ഞാൻ ബനാന പൗഡറാണ് യൂസ് ചെയ്യുന്നത്.
നിങ്ങൾ ലിപ് ഷെയ്ഡ് ചൂസ് ചെയ്യുമ്പോഴത്തേനും ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ ചേർന്ന ഒരു റെഡ് ഷെയ്ഡ് ചൂസ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. അത് യൂസ് ചെയ്യാവും. എനിക്ക് തോന്നുന്നു അതിനും എമിറേറ്റ്സിനും റെഡ് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഐ മീൻ റെഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ എൻ്റയർ ഔട്ട്ഫിറ്റ്. ഞാൻ ഈ സൈഡിൽ പിക്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വൈറ്റ് ഷർട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് പെയർ ചെയ്യാം. വൈറ്റ് ഷർട്ട് ആണെങ്കിൽ ബെറ്റർ. അല്ലെങ്കിൽ വൈറ്റ് ഷർട്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് ടീഷർട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ മുകളിൽ ഒരു ബ്ലേസർ പെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഹയറിങ് ചാൻസ്, നെക്സ്റ്റ് ലെവലിലോട്ടുള്ള ഹയറിങ് ചാൻസ് കുറച്ചും കൂടി കൂടും. കാരണം നമുക്ക് എൻറ്റയർലി നമ്മുടെ ലുക്കിനൊരു ചേഞ്ച് കിട്ടും നമ്മളൊരു ബ്ലേസറും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ, ആൻഡ് ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടും. സോ നിങ്ങൾ ഇൻ്റർവ്യൂ വീഡിയോ അസസ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേനും ഈ ഒരു ലുക്കിൽ പോവാം. നിങ്ങൾക്കിപ്പോൾ വൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതേ ക്രോപ്പ് ടോപ്പ് തന്നെയാണ് അന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ നെക്സ്റ്റ് ലെവലിലോട്ട് പാസ്സായിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ അക്സസറീസ്, കാരണം ഒരുപാട് ജ്വല്ലറി അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒരു സ്റ്റഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ വാച്ച് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാച്ച് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിങ്സ് ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു റിങ് മാത്രം യൂസ് ചെയ്യാം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ നോർമലി ഒരു റിങ് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ നെയിൽസ് ഫുള്ളി ഗ്രൂംഡ് ആയിരിക്കണം. ഒരുപാട് കളറുള്ള നെയിൽ പോളിഷ് അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ന്യൂഡ് ഷെയ്ഡ് അങ്ങനെ യൂസ് ചെയ്യുക. ഇനി നിങ്ങൾ നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോപ്പറായിട്ട് നെയിൽ കട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സ്കേർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഗേൾസ്. കാരണം ട്രൗസേഴ്സ് ആവുന്നതിനേക്കാളും ബെറ്റർ സ്കേർട്ടായിരിക്കും. കാരണം നമുക്ക് അവരുടെ യൂണിഫോം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെ ഇൻ്റർവ്യൂ അസസ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ ഓരോ ഐറ്റംസും ഇല്ല, നിങ്ങൾക്ക് ബോഡിക്കോൺ ബ്ലാക്കോ അങ്ങനത്തെ ഡ്രസ്സും ചെയ്യാൻ കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേസ് നിങ്ങൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ആണെങ്കിൽ ഒരു 90% ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ബ്ലാക്കിന് പകരം വൈറ്റ് പെയർ ചെയ്യാം. അതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങൾ ഷൂസ് ഒരു ഓപ്പൺ ഷൂസ് ബ്ലാക്ക് യൂസ് ചെയ്യുക. അതാകുമ്പോൾ ഒരു പ്രൊഫഷണൽ അറ്റയറിൽ ബ്ലെൻഡ് ആയി പോവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഗൈസ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സൈഡിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.